ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് എല്ലാ മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. എൻവിഡിയ വീണ്ടും ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. 3.45 ട്രില്യൺ US$ എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതോടൊപ്പം തന്നെ എൻവിഡിയ നല്ല ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാലന്റിയർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ബെറ്റർ ജോബ് സ്റ്റാർട്ടിയാണ് അമേരിക്കയിലെ ഇത്തരത്തിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണം. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷനൊക്കെ താഴെ വന്നിരുന്നു. അപ്പോൾ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തേക്കാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടി ഉണ്ട്. ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും തന്നെ അമേരിക്കൻ മാർക്കറ്റിലോ മറ്റു മാർക്കറ്റുകളിലോ ഇല്ല. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ജപ്പാൻ സ്ലൈറ്റ്ലി വീക്കായിരുന്നു, ഇന്ത്യ വീക്കായിരുന്നു. അതേസമയം ചൈന, ഹോങ്കോങ്, കൊറിയ ഒക്കെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലത്തെ അതേ ലെവലിൽ തന്നെയാണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് $1-2 താഴെയാണ്. ഇന്ന് മോർണിംഗിൽ $3,367 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സിൽവറാണ് മുന്നേറിയിട്ടുള്ളൊരു കമോഡിറ്റി. സിൽവറും കോപ്പറും $34.78 പെർ ഔൺസാണ് സിൽവർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ്. അതോടൊപ്പം തന്നെ കോപ്പർ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്, സിങ്ക് മുന്നേറിയിട്ടുണ്ട്. അലുമിനിയം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രെൻഡാണ് കാണിക്കുന്നത്. അയൺ ഓർ ഇന്നലത്തെ അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രണ്ട് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്ററാണ്. നാച്ചുറൽ ഗ്യാസ് സ്ലൈറ്റ്ലി ബെറ്ററാണ്. ഇന്ത്യൻ രൂപി ഇന്നലെ ക്ലോസ് ചെയ്തിരുന്ന 85.59 പെർ ഡോളറാണ്. വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ ട്രേഡ് ചെയ്തിരുന്ന ADRകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 2,853.8 കോടി രൂപ വരെ സ്റ്റോക്കുകൾ വിറ്റിരുന്നു. ഒപ്പം നമ്മുടെ ഫണ്ടുകൾ 5,907.97 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. ഓവറോൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു വറിയുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ്. ഏതു നിമിഷം വലിയ രീതിയിലേക്ക് ഈ സംഘർഷം മാറിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. അതിൻ്റെ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് ഇത്തരത്തിൽ സംഘർഷം വലുതാകുമ്പോൾ ഉണ്ടായേക്കാം. ചെറിയൊരു റിയാക്ഷനൊക്കെ ഇന്ത്യയിലും കണ്ടേക്കാം. ജപ്പാനിലത്തെ യങ് ഇൻവെസ്റ്റേഴ്സ് വാറൻ ബഫറ്റിനെ ഫോളോ ചെയ്യുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വാറൻ ബഫറ്റ് കഴിഞ്ഞ മാസത്തിൽ നടന്നിട്ടുള്ള ബെർക്ഷർ ഹാത്തവേയുടെ ജനറൽ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 5 കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 50 വർഷത്തേക്ക് കീപ്പ് ചെയ്യും, 50 വർഷം വരെ സെല്ല് ചെയ്യില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ജപ്പാനിലെ യങ് ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിലുള്ള വാല്യൂ ഇൻവെസ്റ്റിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ന്യൂസാണ്. ലോങ് ടേം ഹോൾഡിങ്ങിലേക്കൂടെയാണ് വെൽത്ത് ക്രിയേഷൻ സാധ്യമാവുള്ളൂ എന്നുള്ളൊരു കാര്യം ജാപ്പനീസ് യങ് ഇൻവെസ്റ്റേഴ്സും വീണ്ടും വലിയ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഗ്ലോബലി ഇത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. നല്ല സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ സ്ലോസ് ബാംഗ്ലൂരിന് ബോംബെയിലൊരു പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്. 1,302 കോടി രൂപയ്ക്കാണ്. 250 റൂമുകളുള്ള ലക്ഷറി ഹോട്ടൽ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ടെക്സ്മാക്കോ 122 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറി എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സർവീസസിലേക്കും കൂടി കടക്കുകയാണ്. ടർക്കിഷ് കമ്പനീനെ ബാൻ ചെയ്തതിന് ശേഷം ഈ സെഗ്മെൻറ്റിൽ വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ് കൂളിംഗ് സൊല്യൂഷൻസിലേക്കും കിടക്കുകയാണ്. കൂളിംഗ് ആസ് എ സർവീസ് എന്ന് പറയുന്ന പുതിയൊരു സർവീസ് ഇന്ത്യയിൽ ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൂളിംഗ് സെൻറ്റർ അഡാനി എനർജി സൊല്യൂഷൻസ് ആരംഭിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അഡാനി എനർജി സൊല്യൂഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വാരി റിന്യൂവബിൾ ടെക്നോളജിക്ക് 345 കോടി രൂപ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ GRSക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് പോളാർ റിസർച്ച് വെസലുണ്ടാക്കാനുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നോർവേയിൽ നിന്നുള്ളൊരു ഓർഡറാണ്. സിക്ക ഇൻ്റർപ്ലാന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് ടൈപ്പ് വന്നിട്ടുണ്ട്. അമേരിക്കൻ കമ്പനികളുടെ ഫ്രഞ്ച് UK സബ്സിഡിയറികളായിട്ടാണ്. പോസിറ്റീവ് ന്യൂസാണ്. റിലയൻസ് ഇൻഫ്ര പുതിയ 4 ഡിഫൻസ് പ്രൊഡക്റ്റും കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. തിലക് നഗർ ഇൻഡസ്ട്രീസ്
ബ്രാൻഡി കിങ് ആണ്, ലിക്കർ ബ്രാൻഡുകളുള്ള കമ്പനിയാണ്. വിസ്കി ബ്രാൻഡും കൂടി അക്വയർ ചെയ്യാൻ പോവാണ്. പെർനോഡ് റിക്കാർഡയിൽ നിന്നുള്ള ഇമ്പീരിയൽ ബ്ലൂ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് അക്വയർ ചെയ്യുന്നതാണ് പറയുന്നത്. തിലക് നഗർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് സബ്സീ കേബിൾ TGN 182 എന്ന് പറയുന്ന പുതിയ അണ്ടർസീ കേബിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോങ്കോങ്, സിംഗപ്പൂർ, തൈവാൻ, ജപ്പാനൊക്കെ കണക്ട് ചെയ്യുന്ന അണ്ടർസീ കേബിളാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ഈ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ടാറ്റ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. വിപ്രോ അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയൊക്കെ മൾട്ടി ഇയർ ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. സൈഡസ് ലൈഫ് സയൻസ് CDMO ബിസിനസ്സിലേക്കും കൂടി കടക്കാണ്. 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റി US അക്വയർ ചെയ്തിട്ടുണ്ട്. പേടിഎം സിംഗപ്പൂരിലേക്കും കൂടി എൻ്റർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിങ്ങിന് 10 മെഗാവാട്ട് ഡാറ്റാ സെൻറ്റർ ബിൽഡ് ചെയ്യാനുള്ള ഓർഡർ റെയിൽടെലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. TVS സപ്ലൈ ചെയിൻ പോസിറ്റീവ് ന്യൂസ് ലോസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മോർഗൻ സ്റ്റാൻലി, M&M അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. M&Mൻ്റെ ടാർജറ്റ് 3668 മോർഗൻ സ്റ്റാൻലി ഫിക്സ് ചെയ്തിട്ടുള്ളത്. ടാറ്റ പവർ 449 രൂപയാണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്ക് സൺടെക് റിയാലിറ്റി അതുപോലെ തന്നെ DB കോർപ്പൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. RBI മോണിറ്ററി പോളിസി ഇന്ന് ആരംഭിക്കുകയാണ്. മറ്റന്നാളാണ് RBI മോണിറ്ററി പോളിസി ഡിസിഷൻ വരാൻ പോകുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.25% നിരക്കിൽ വീണ്ടും RBI റേറ്റ് കട്ട് ചെയ്തേക്കാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതേസമയം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഒരു കോഷ്യസ് സെൻറ്റിമെൻ്റാണ് മാർക്കറ്റിൽ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളും അതോടൊപ്പം തന്നെ വഷളായിക്കൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ ഇഷ്യൂ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഗ്ലോബലി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലും അതിൻ്റേതായ ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയേക്കാം. ലോങ് റണ്ണിൽ നമ്മുടെ മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ